അപ്പോ ഇന്ന് എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാര് സൗദിയിൽ വന്നിട്ട് ലൈസൻസിനും അതുപോലെ വണ്ടി ഓടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവിടെ ഡ്രൈവർമാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മിസ്റ്റർ അലിഭായ് നമുക്ക് വേണ്ടി പറഞ്ഞു തരും. നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഭായ്. ഇപ്പൊ പാസില് പറഞ്ഞെന്താ വെച്ചാല് സൂര്യന് ഇങ്ങനെ കണ്ണ് കടിക്കാന്നല്ല, പഴയ പ്ലേറ്റ് പുറത്തെ മാതിരി കണ്ണ് കടിക്കാന്നാണ് പറഞ്ഞത്. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. സൂര്യന് പിന്നെ കണ്ണുക്കല്ലാതെ പിന്നെ വേറെ എവിടെ കടിക്കും? ചെറിയാലും കളയുന്നതിന് ക്ലാസ് വാങ്ങിയില്ല, അങ്ങനത്തെ ഒരു ക്ലാസ് വാങ്ങി വെക്കണം എന്നാണ് പാൻ പറയണത്. പിന്നെ നേരത്തെ വരുമ്പോ പറഞ്ഞ ട്രാഫിക്കിന് ഒരു ബുദ്ധിമുട്ട് അറിയില്ല. നമുക്ക് ഇതൊക്കെ ഈസിയാണ്. അപ്പൊ വിഷയം നമ്മളെങ്ങനെ കുത്തി കേട്ടിട്ട് കാര്യം നടന്നു. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഫാസിലാണ് ഈ കാര്യത്തെ പറ്റിട്ട് നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പൊ ഫാസിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ചാണ്. ഭയങ്കര ട്രാഫിക്കാണ്. റിയാദിൽ എവിടെ നോക്കിയാലും ട്രാഫിക്കാണ്. ആൾക്കാരിൽ കൂടുതലാണ് വണ്ടികൾ. എല്ലാ വണ്ടികളും ട്രാഫിക്, ഒരുപാട് ട്രാഫിക് നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വലിയ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് ഇടയിൽ കൂടെ കെട്ടി അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് മെയിൻ പ്രോബ്ലം. അത് പ്രശ്നമാണെന്ന് പറഞ്ഞത് അല്ല. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് നമ്മൾ കുറി ഉണ്ടല്ലോ, ഈ കുറിക്ക് കൂടിയ മാതിരി ഇപ്പൊ ഡ്രൈവർ ജോലി അത് കുറിക്ക് കൂടിയ മാതിരിയാണ്. അതായത് എങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചാലും ഇപ്പൊ പാസിലെ വിട്ട് പോയിക്കാണ്, നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും ഒരു മാസത്തിൽ ഒരു 3,500 നമുക്ക് ഉണ്ടാവും. അപ്പൊ കുറിക്ക് കൂടിയ മാതിരി നമ്മൾ 500 രൂപ മാറ്റി വെക്കണം. അപ്പൊ ഫൈന് ഒരുപാട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അത് എങ്ങനെ നമ്മൾ കണ്ണ് വണ്ടി ശ്രദ്ധിച്ചാലും ഒന്നും നമുക്ക് അടിച്ചിട്ടുണ്ടാവും എവിടുന്നെങ്കിലും. അത് വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അപ്പൊ ഈ പുതിയ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എന്തേലും 2-3 കാര്യങ്ങള്? റിയാദില് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഒരു കാല് എക്സ്ട്രാ മേടിക്കണം. ഓ മൈ ഗോഡ്. ഓക്കെ, അതാണ് ഗൈസ്. അപ്പൊ റിയാദില് ലൈസൻസ് എടുക്കുന്നവർക്ക് ബുദ്ധിക്കേറ്റിൽ പഠിക്കണം. കെട്ടിടം പഠിച്ച പോലെ ബുദ്ധിക്കേറ്റിൽ പഠിക്കണം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ.